ഹലോ ഗൈസ്, വെൽക്കം ടു O3 മാത്സ്. +2 മാത്സിൻ്റെ PVQ സീരീസിലെ ചാപ്റ്റർ നമ്പർ 1 റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്. നമ്മൾ 1 മിനിറ്റ് കൊണ്ട് ഒരു ചാപ്റ്റർ കവർ ചെയ്യാൻ പോകുന്നു. നോക്കാം. ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനമായിട്ടും നമുക്ക് രണ്ട് ടോപ്പിക്സ് ആണ് കവർ ചെയ്യാനുള്ളത്. ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനമായിട്ടും നമുക്ക് 2 ടോപ്പിക്സ് ആണ് കവർ ചെയ്യാനുള്ളത്. അതിൽ ഒന്നാമത്തേതാണ് റിലേഷൻസ്. നമുക്കറിയാം, ഒരു റിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു റിലേഷൻ പോസിബിൾ ആവണം എന്നുണ്ടെങ്കിൽ നമുക്ക് 2 ആളുകൾ വേണം, അല്ലേ? ഒരു റിലേഷൻ പോസിബിൾ ആണ് 2 ആളുകൾ. അതായത് നമുക്ക് ഇവിടെ 2 സെറ്റുകൾ തമ്മിൽ റിലേഷൻ പോസിബിൾ ആയി കഴിഞ്ഞാൽ അവിടെ ഒരുപാട് ടൈപ്പ് റിലേഷൻസ് നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റിലേഷൻസ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ് പ്രധാനമായിട്ടും വരുന്നത്? അതിലൊന്നാണ് എംപ്റ്റി റിലേഷൻ. എംപ്റ്റി റിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? എംപ്റ്റി റിലേഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, അല്ലേ? ആ റിലേഷനിൽ ആരുമില്ല, നമുക്കൊരു എംപ്റ്റി ആയിട്ടുള്ള ഒന്നാണ് നമുക്ക് കിട്ടുക. അതുപോലെ തന്നെ മറ്റൊന്നാണ് യൂണിവേഴ്സൽ റിലേഷൻ. യൂണിവേഴ്സൽ റിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാ ആളുകളുള്ള റിലേഷൻ. അപ്പോൾ നമ്മൾ 2 സെറ്റുകൾ റിലേഷൻസ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നമുക്ക് ലഭ്യമാകുന്ന മാക്സിമം ഓർഡേർഡ് പെയേഴ്സ്, ഇതിനെല്ലാം നമുക്ക് എന്ത് ചെയ്യുക? യൂണിവേഴ്സൽ റിലേഷൻസ് എന്ന് പറയാം. മറ്റൊന്നാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന മൂന്ന് ടൈപ്പ് റിലേഷൻസ് ആണ് റിഫ്ലക്സീവ്, സിമെട്രിക് ആൻഡ് ട്രാൻസിറ്റീവ്. എന്താണ് റിഫ്ലക്സീവ് റിലേഷൻ എന്ന് പറഞ്ഞാൽ? നമുക്ക് കിട്ടുന്ന ഈ 2 സെറ്റുകളിലെ എലമെന്റ്സ് തമ്മിൽ കിട്ടുന്ന ഈ റിലേഷനിൽ ഒന്നാമത്തെ എലമെന്റും അതുപോലെ ഒരു എലമെന്റ് അതേ എലമെന്റുമായിട്ട് തന്നെ ഈ റിലേഷനിൽ വരികയാണ്. അതായത് A, 1, 1, 5, 5 ഇങ്ങനെ റിലേഷനിൽ നമ്മളെ പോസിബിൾ ആണ്. നമ്മുടെ റിലേഷനിൽ ഇങ്ങനെ ഒരു ഓർഡർ പെയർ ഉണ്ട് എങ്കിൽ നമുക്ക് എന്ത് പറയാം? ആ റിലേഷൻ റിഫ്ലക്സീവ് ആണ് എന്ന് പറയാം. സിമിലർലി മറ്റൊരു ടൈപ്പ് ഓഫ് റിലേഷൻ ആണ് സിമെട്രിക് റിലേഷൻ. സിമെട്രിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ കയ്യിൽ A, B എന്നുള്ള ഒരു റിലേഷൻ, ഒരു ഓർഡർ പെയർ പോസിബിൾ ആണ്. അതുപോലെ തന്നെ മറ്റെവിടെ ഒരു B, A എന്നുള്ള ഒരു ഓർഡർ പെയറും കൂടി പോസിബിൾ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ആ റിലേഷൻ സിമെട്രിക് ആണെന്ന് പറയാം. സിമിലർലി അതുപോലെ തന്നെ ട്രാൻസിറ്റീവ് റിലേഷൻ. ട്രാൻസിറ്റീവ് എന്ന് പറഞ്ഞാൽ AB എന്നുള്ള റിലേഷൻ മാത്രം ഉണ്ടായതുകൊണ്ട് കാര്യമില്ല. AB ഉണ്ട്, BC എന്നുള്ള മറ്റൊരു ഓർഡർ പെയറും നമ്മളെ റിലേഷനിൽ കാണുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അവിടെ നിർബന്ധമായിട്ടും ആരുണ്ടാവണം? AC എന്നുള്ള ഒരു ഓർഡർ പെയറും ഉണ്ട് എങ്കിൽ നമുക്ക് ആ ഒരു റിലേഷൻ എന്ത് പറയാം? ട്രാൻസിറ്റീവ് റിലേഷൻ എന്ന് പറയാം. ഈ 3 ആളുകളും നമ്മളെ കയ്യിലുള്ള റിലേഷനിൽ പോസിബിൾ ആണ് എങ്കിൽ നമുക്ക് അവിടെ വെച്ച് എന്ത് പറയാം? ഈ റിലേഷൻ ഈക്വലൻസ് റിലേഷൻ ആണ് എന്നുള്ളത് പറയാം. ഓക്കെ. അതുപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ വരുന്ന ഒരു ടോപ്പിക്കാണ് ഫംഗ്ഷൻസ്, അല്ലെ? ഒരു റിലേഷൻ പോസിബിൾ ആണെന്നുണ്ടെങ്കിൽ മിക്കവാറും അവിടെ എന്തുണ്ടാവും? ഒരു ഫംഗ്ഷൻ ഉണ്ടാവും. ഓക്കെ. അപ്പോൾ എന്താണ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഫംഗ്ഷനിൽ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് 2 ടൈപ്പാണുള്ളത്. ഒന്നാണ് 1-1 ഫംഗ്ഷനും ഓൺ-ടു ഫംഗ്ഷനും. 1-1 ഫംഗ്ഷന്റെ മറ്റൊരു പേരാണ് ഇൻജക്റ്റീവ് ഫംഗ്ഷനും ഓൺ-ടു ഫംഗ്ഷന്റെ മറ്റൊരു പേരാണ് എന്ത്? സർജക്റ്റീവ് ഫംഗ്ഷനും. അപ്പോൾ ഇൻജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിലേഷൻ എപ്പോഴാണ് ഫംഗ്ഷൻ ആവുക? ആ സെറ്റ് എയിലുള്ള എല്ലാ ആളുകൾക്കും എന്തുണ്ടാവണം? യുണീക്ക് ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ് ഇമേജ് എവിടെ ഉണ്ടാവണം? സെറ്റ് ബിയിൽ ഉണ്ടാവണം. ഓക്കെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഒരു ഫംഗ്ഷനെ എന്ത് പറയാം? 1-1 ഫംഗ്ഷൻ എന്ന് പറയാം. ഓക്കെ. ഓരോരുത്തർക്കും സെറ്റ് എയിലുള്ള ഓരോ ആളുകൾക്കും ഡിഫറെന്റ് ഔട്ട്പുട്ട്സ് നമുക്ക് സെറ്റ് ബിയിൽ പോസിബിൾ ആണ് എന്നുണ്ടെങ്കിൽ അതിനെ 1-1 ഫംഗ്ഷൻ എന്ന് പറയാം. സിമിലർലി സെറ്റ് ബിയിലുള്ള ഓരോ ആളുകൾക്കും നമുക്ക് സെറ്റ് എയിൽ ഒരു പ്രീ ഇമേജ് പോസിബിൾ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ എന്ത് പറയാം? ഓൺ-ടു ഫംഗ്ഷൻ എന്ന് പറയാം. ഓക്കെ. ഈ 2 ഫംഗ്ഷനും ഈ ഓൺ-1ഉം ഓൺ-2ഉം നമ്മളെ കയ്യിലുള്ള ഫംഗ്ഷനിൽ പോസിബിൾ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെന്ത് പറയാം? ബൈജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയാം. ക്ലിയർ ആണല്ലോ? അപ്പോൾ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് 3 മാർക്കിന് 2 മാർക്സിന് സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന 2 ടൈപ്പ് കാറ്റഗറി ആണ്. ഒന്ന്, ഈ ഫംഗ്ഷൻസ് ഏതൊക്കെ ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആണോ, 1-1 ആണോ, ഓൺ-2 ആണോ എന്നുള്ളത് പ്രൂവ് ചെയ്യാനും, അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻസ് ടൈപ്സ് ഓഫ് റിലേഷൻസ് റിഫ്ലക്സീവ് ആണോ, സിമെട്രിക് ആണോ, ഈ ട്രാൻസിറ്റീവ് ഈക്വലൻസ് റിലേഷൻ ആണോ എന്നുള്ള പ്രൂവ് ചെയ്യാനുള്ള 2 കാറ്റഗറി ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. ഓക്കെ. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക? ഇന്ന് തന്നെ നമ്മളെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നമുക്ക് ഇന്ന് മുതൽ നമ്മൾ സ്ഥിരമായിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടും? ഇതിൻ്റെ ഒരു PVQ സീരീസ് പ്രീവിയസ് ഇയറിൽ നമുക്ക് 2022 മുതൽ 2024 വരെ വിവിധ എക്സാമുകളിൽ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് നമ്മളോട് CBSE-ക്കാർക്കും അതുപോലെ തന്നെ സ്റ്റേറ്റ് സ്റ്റുഡൻസിനും ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചതെന്നുള്ളതിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസും നിങ്ങൾക്ക് ലഭ്യമാണ്. ഓക്കെ. അപ്പോൾ താങ്ക് യു.